കളഞ്ഞു. ഈ മുടന്തുള്ള ആള് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ട് തിരിച്ച് നബിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ ചതി അദ്ദേഹം അറിയുന്നത്. അങ്ങനെ അദ്ദേഹം ദുഃഖിതനായി 3 മാസത്തോളം ശാപപ്രാർത്ഥനയിൽ മുഴുകി ഭക്ഷണം പോലും കഴിക്കാതെ കണ്ണീരൊഴുക്കി കഴിയുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ മരിച്ചുപോയ 69 ആളും കൂടെ ഒരു വെളിപാട് ഇറക്കി കൊടുത്തു നബിക്ക്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് സുഖമായിട്ട്, അള്ളാഹ്ക്കും ഞങ്ങളെ കണ്ട് സംതൃപ്തിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് ഇറക്കി കൊടുക്കുക. ഈ ആയത്ത് കുറെ കാലം ഖുർആനിൽ ഉണ്ടായിരുന്നു. ഉസ്മാൻ ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ ആ ആയത്ത് വേണ്ടാന്ന് വെച്ചു എന്നാണ് പറയുന്നത്. ഇതിപ്പോഴും നിസ്കരിക്കുമ്പോൾ, സുബഹി നിസ്കരിക്കുമ്പോൾ ഈ സൂറത്ത് ഈ ശാപപ്രാർത്ഥനയാണ് നമ്മൾ ഓതുന്നത്, കുനൂത്ത് എന്ന് പറഞ്ഞ് ഓതുന്നത്. ചേകനൂർ മൗലവിക്ക് പറ്റിയ അതേ അബദ്ധം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും പറ്റിയത് എന്തുകൊണ്ട്? ഇവര് ചതിക്കാനാണ് ഹൃദയങ്ങളിലുള്ളതെല്ലാം ഞാൻ അറിയും എന്ന് പറഞ്ഞ ദൈവത്തിന് ഈ ചതിക്കാൻ കൊണ്ടുപോകുന്ന 70 പേരെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് എന്ന് ഒരു ചെറിയ വെളിപാട് പോകേണ്ട, ഒരു സ്വപ്നത്തിലൂടെയെങ്കിലും അറിയിച്ചു കൊടുക്കാനുള്ള സർവ്വജ്ഞാനം എന്തുകൊണ്ടുണ്ടായില്ല? അള്ളാഹുവിനെ പറ്റിയ 2ാമത്തെ അമളിയാണത്. ഇതുപോലെ നിരവധി അമളികൾ പറ്റിയതിന്റെ ഉദാഹരണങ്ങൾ, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. നിരവധി അമളികൾ പറ്റിയ ഉദാഹരണങ്ങൾ. ദൈവം പരിപൂർണനാണ് എന്നാണ് ദൈവത്തിന് എല്ലാ മതക്കാരും പറയുന്ന ഒരു ക്വാളിറ്റി. എന്താ പരിപൂർണത എന്ന് പറഞ്ഞാല് ഇനി ഒന്നും നേടേണ്ടതായിട്ടില്ല, എല്ലാം നേടിക്കഴിഞ്ഞ അവസ്ഥയ്ക്കാണ് നമ്മൾ സാധാരണഗതിയിൽ പരിപൂർണത എന്ന് പറയും. പരിപൂർണനായ ഒരു ദൈവത്തിന് യോജിച്ചതാണോ ഈ ദൈവങ്ങളുടെ ക്വാളിറ്റികൾ? അതും നമ്മൾ പരിശോധിക്കണം. അള്ളാഹു എന്ന ദൈവം തന്റെ സൃഷ്ടികളായ മനുഷ്യരോട് ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങനെ യാചിക്കുകയാണ്. എന്നെ മാത്രം സ്തുതിക്കുവിൻ എന്നാണ് നിരന്തരമായി ആവശ്യപ്പെടുന്നത്. അങ്ങനെ 50 നേരം എന്നെ സ്തുതിച്ചുകൊണ്ട് നിസ്കരിക്കണമെന്നാണ് അള്ളാഹു ആവശ്യപ്പെട്ടതെന്നാണ് പറയുന്നത്. ഓരോരുത്തരും 50 നേരം ഒരു ദിവസം അള്ളാഹുവിനെ സ്തുതിച്ച് മുട്ടുകുത്തി നമസ്കരിക്കണമെന്നാണ് അള്ളാഹു ആവശ്യപ്പെട്ടതെന്ന്. അവസാനം മൂസാ നബിയും മുഹമ്മദ് നബിയും കൂടെ പോയി പലതവണ പോയി ബാർഗെയിൻ ചെയ്തിട്ടാണ് ഈ 50 ഉള്ളത് 5 ചുരുക്കി കിട്ടിയതെന്ന് പറയും. നോക്കൂ, പരിപൂർണതയുള്ള ഒരു ദൈവം, പരിപൂർണനായ ഒരു ദൈവം, എല്ലാം നേടിയ അവസ്ഥയിലുള്ള ഒരു ദൈവം തന്റെ സൃഷ്ടികളായ ഈ നിസ്സാര ജീവികളിൽ നിന്ന് ദിവസവും 50 നേരം മുഖസ്തുതി കേൾക്കണമെന്ന് ബാർഗെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ പരിപൂർണതയ്ക്ക് യോജിച്ചത്. തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല മറ്റു ദൈവങ്ങളെ സ്തുതിക്കാൻ പാടില്ല എന്നിടത്താണ് ദൈവം നിൽക്കുന്നത്. മറ്റു ദൈവങ്ങളെ സ്തുതിക്കുന്നത് ഏറ്റവും വലിയ പാപമാണെന്നവർ. മറ്റു ദൈവങ്ങളൊന്നും ഇല്ലതാനും. ദൈവത്തിന് കോപമുണ്ടാകുന്നതായിട്ടും ദൈവത്തിന് നിരാശയുണ്ടാകുന്നതായിട്ടും ദൈവത്തിന് പ്രതികാര ബുദ്ധി ഉണ്ടാകുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഈ കോപവും നിരാശയും പ്രതികാരവും സ്തുതി കേട്ടാൽ സന്തോഷിക്കുന്ന പൊങ്ങച്ചവും ഒക്കെ ഒരു പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ക്വാളിറ്റിയിൽ പെട്ടതാണ്. ദൈവത്തിന് എന്തുകൊണ്ട് അല്പം കൂടെ വിശാല മനസ്കനായിക്കൂടാ? ഞാൻ ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ അള്ളാഹു അല്ലാത്ത വേറൊരു ദൈവത്തിനും അസ്തിത്വമില്ല എങ്കിൽ മറ്റാളുകൾ അവരുടെ പരമ്പരാഗതമായ വിശ്വാസത്തിന്റെ പേരിൽ, അവരുടെ അറിവില്ലായ്മയുടെ പേരിൽ, അവരുടെ തെറ്റിദ്ധാരണയുടെ പേരിൽ മറ്റു ദൈവങ്ങളെ ആരാധിച്ചു എന്നത് എങ്ങനെയാണ് ഒരു ക്രിമിനൽ കുറ്റമായി മാറുക? ആ ദൈവങ്ങളൊന്നും ഇല്ല എങ്കിൽ, ജീവിച്ചിരിപ്പില്ല എങ്കിൽ അവർക്കൊക്കെ വേണ്ടി നടത്തുന്ന ആരാധനയും പ്രാർത്ഥനയും ഒക്കെ സ്വന്തം അക്കൗണ്ടിൽ വരവ് വെക്കാനുള്ള ഒരു വിശാല മനസ്കത എന്തുകൊണ്ട് ഈ ദൈവത്തിന് ഇല്ലാതെ പോയി? അതുണ്ടായിരുന്നെങ്കിൽ ഈ കലാപങ്ങളും യുദ്ധങ്ങളൊക്കെ ആവശ്യമുണ്ടാകും. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നൊരു പാവം ഹിന്ദു പ്രാർത്ഥിക്കുമ്പോൾ അത് തന്റെ മേൽവിലാസം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ഉത്തരം കൊടുക്കാൻ ഈ അള്ളാഹുവിന് കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ പരിപൂർണത എന്ന് പറയുന്നതോ, കാരുണ്യം എന്ന് പറയുന്നതോ, സർവജ്ഞാനം എന്ന് പറയുന്നതോ, സർവശക്തൻ എന്ന് പറയുന്നതോ, ഈ പറയുന്ന യാതൊരു സവിശേഷ ഗുണങ്ങളും ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാം പരസ്പര വിരുദ്ധമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. ദൈവം എന്ന സങ്കല്പം, ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് തർക്കിക്കുമ്പോൾ വളരെ യുക്തിപരമായ ന്യായങ്ങളൊക്കെ നിരത്താമെങ്കിലും ദൈവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ ദൈവങ്ങളും മനുഷ്യനെ പോലെ ചെറുതാവുന്നതാണ് നമ്മൾ കാണുന്നത്. മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും ഈ ദൈവങ്ങൾക്കുണ്ടല്ലേ. മനുഷ്യന്റെ പൊങ്ങച്ചം, മനുഷ്യന്റെ അറിവില്ലായ്മ, മനുഷ്യന്റെ വിഡ്ഢിത്തങ്ങൾ എല്ലാം ഈ ദൈവങ്ങളിൽ നമ്മൾ കാണും. ഇതിൽ നിന്ന് നാം എത്തിച്ചേരുന്ന നിഗമനം, ഈ പറയുന്ന മതങ്ങൾ ഉദ്ഘോഷിക്കുന്ന എല്ലാ ദൈവങ്ങളും, മതഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന എല്ലാ ദൈവങ്ങളും അതുണ്ടായ കാലത്തെ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയിൽ നിന്നും ഭാവനയിൽ നിന്നും ഉടലെടുത്തതാണ് എന്ന് നാം സാമാന്യ യുക്തി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.